കുരങ്ങമാമന് അപകടം പറ്റിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഉരുളക്കുട്ടി ഡോക്ടറോട് ഒന്ന് വരാൻ പറയോ? അപകടം പറ്റിയെന്നോ? നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ ഉടനെ വരാം കേട്ടോ. ശരി ശരി. ഉരുളക്കുട്ടി, കുംഭകർണൻ ഉരുളക്കുട്ടി, ഉരുളക്കുട്ടി ഒന്ന് എണീക്ക്. നിന്നെ ഞാൻ എന്തേ നിന്റെ കരച്ചില് കഴിഞ്ഞോ? നമുക്ക് ഒരു പേഷ്യന്റിനെ കിട്ടിയിട്ടുണ്ട്. വേഗം വാ, പോവാം. ഇതാണ് നിന്റെ പേഷ്യന്റ് കുരങ്ങമാമൻ. അയ്യോ, എനിക്ക് ഡോക്ടറെ വേണ്ട, ഡോക്ടറെ വേണ്ട. ഇതിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് നമ്മുടെ ചെവിയിൽ ചോര വരുന്നുണ്ടോ? സമാധാനായിരിക്കും കുരങ്ങമാമ. ഈ സ്റ്റെതസ്കോപ്പ് വെച്ച് ഞാൻ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ പോവുകയാ. നോക്കട്ടെ, ശ്വാസം ഒന്നും വല്ലാതെ എടുത്തു വിട്ടെ. സ്ട്രോങ് ബോഡിയാണല്ലോ. എന്റെ ഉരുളക്കുട്ടി ഡോക്ടറെ, നീ പറഞ്ഞപ്പോഴേ നിനക്കത് മനസ്സിലായില്ലേ? ശരി ശരി കുരങ്ങമാമ, ആ ചെവി ഒന്ന് കാണിച്ചേ. ഈ ഓട്ടോസ്കോപ്പ് വെച്ച് ചെവി നന്നായി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. പെർഫെക്റ്റ്. ഓക്കേ കുരങ്ങമാമ, ഒന്ന് വായ തുറന്നേ. ഇനി പനി എങ്ങാനും ഉണ്ടോന്ന് ഈ തെർമോമീറ്റർ വെച്ചൊന്ന് നോക്കാം. കുരങ്ങമാമ, പല്ല് തേച്ചിട്ട് എത്ര നാളായി? നോക്കൂ കുരങ്ങമാമ, എന്നും രാവിലെയും രാത്രിയും നന്നായി പല്ല് തേക്കണം കേട്ടോ. ഡോക്ടറെ, ഇത് നോക്ക്, കുരങ്ങമാമന് പണിയില്ല. പിന്നെന്താ പ്രശ്നം? എല്ലാം ഓക്കെയാണല്ലോ. ഞങ്ങളുടെ ഫീസ് തന്നാ ഞങ്ങൾക്ക് അങ്ങ് പോവാമായിരുന്നു. എന്റെ കാലിലും കയ്യിലും ഇതുപോലെ പൊട്ടിയിരിക്കുന്നത് കണ്ടിട്ട് അതൊന്നും നോക്കാണ്ട് തെർമോമീറ്റർ വെച്ച് പനി ചെക്ക് ചെയ്തിട്ട് ഫീസ് ചോദിക്കണം. ഫീസ് ദേഷ്യപ്പെടാതെ കുരങ്ങമാമ, ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ദേഹം മാസകലം പൊട്ടിയിരിക്കാനല്ലോ. എന്ത് പറ്റി കുരങ്ങമാമ? അയ്യോ വേണ്ട. അമ്മ പറഞ്ഞത് കേട്ടില്ലെങ്കിലേ ഇങ്ങനെ തന്നെ ഇരിക്കും. ഒന്നും പേടിക്കണ്ട കുരങ്ങമാമ, ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്താ എല്ലാം ശരിയാവും. നേഴ്സ്, വേഗം വരൂ, നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. ഓപ്പറേഷൻ സക്സസ്. പക്ഷേ ഞങ്ങളുടെ പേഷ്യന്റ് ഉരുളക്കുട്ടി പണി പാളിയതാ തോന്നുന്നു. കുരങ്ങമാമൻ ഭയങ്കര ദേഷ്യത്തില്ല കേട്ടോ. ഫീസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഉരുളക്കുട്ടി. ഓപ്പറേഷൻ അത്ര ഓപ്പറേഷൻ. നിങ്ങളെ രണ്ടിനും ഞാൻ ഇന്ന് ശരിയാക്കി തരുന്നുണ്ട്.